പറഞ്ഞ പോലെ സെറാമിക് PG ചെയ്തു, ഗ്രഫീൻ PhD ചെയ്തു, അങ്ങനൊന്നുമില്ല. ഓക്കെ, നത്തിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അതിന് സെറാമിക് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി, ഗ്രഫീൻ ഹാസ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി. പോളോ എന്ന് പറഞ്ഞ 10 ലക്ഷം രൂപ, അവർ ഇതൊന്നും പറഞ്ഞാൽ അവർ കേൾക്കില്ല. എനിക്ക് എന്റെ വണ്ടിക്ക് പെയിന്റ് പ്രൊട്ടക്ഷൻ വേണം. 5-6 കോട്ടുകൾ നമ്മൾ ചെയ്ത് ഗ്യാരണ്ടീഡ് ആണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് പറയുന്നിടത്ത് ചോദിക്കേണ്ടി വരും. ഐ കനോട്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റീസ് ഫോർ അതേഴ്സ് വേർഡ്സ്. ബട്ട് എന്റെ എക്സ്പീരിയൻസിൽ ഇത് രണ്ടാമത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കത്തില്ല. അതിന്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ ഈ സെറാമിക് ചെയ്തു, ഗ്രഫീൻ ചെയ്തു, ഒരു വണ്ടി കൊണ്ട് ഓപ്പൺ യാർഡിൽ ഇട്ടിട്ട് പോയി 1 വർഷം 3 വർഷം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ 5 വർഷം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് അല്ലേ, 3 വർഷം കൊണ്ട് ഒരു ഓപ്പൺ യാർഡ് ഇട്ടിട്ട് പോയെങ്കിൽ ആ വണ്ടി കാണത്തില്ല. എല്ലാവർക്കും നമസ്കാരം. റോബ്മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും മോനിഷ്ജിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മോനിഷ്ജി, ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പെയിൻ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം കൂടുതൽ അറ്റൻഷൻ കൊടുത്തത് എങ്ങനെ ഒരു വെഹിക്കിളിന് വിത്തൗട്ട് പെയിൻ പ്രൊട്ടക്ഷൻ കെയർ ചെയ്യാനായിട്ട് പറ്റും. അതെ, ഹൗ ടു വാഷ് എ കാർ പ്രോപ്പർലി. അത് പെയിൻ പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും നോൺ പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും ഏതൊരു വണ്ടിയും എങ്ങനെ വാഷ് ചെയ്യാൻ ഫുൾ സംസാരം അതാണ് നമ്മൾ ചെയ്തത്. അതിന്റെ രണ്ടാമത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും ലേറ്റ് ആകുന്നതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വീഡിയോ ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ നമ്മൾ പറയാം. മെയിനായിട്ട് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഒരു പുതിയ വണ്ടി ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് വണ്ടിയിൽ സെറാമിക് അല്ലെങ്കിൽ ഗ്രഫീൻ ചെയ്യണമെന്നുള്ള ഒരു ഇതാണ്, അല്ലെങ്കിൽ അണ്ടർ ബോഡി കോട്ടിങ്. ഈ വാല്യൂ ആഡഡ് സർവീസസ് കസ്റ്റമേഴ്സിന്റെ തലയിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്ന ഒരു സിനാരിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് തന്നെയാണ്. കാരണം നമ്മളൊരു 13 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ മേടിച്ചതിന് ശേഷം ഇത്രയും വില കൂടിയ പ്രൊട്ടക്ഷൻസിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പം അത് ആവശ്യമില്ല ഒരു പോയിന്റിലേക്ക് നമ്മൾ വന്നിരുന്നു. അതായത് പെർട്ടിക്കുലർ ഒരു വില വരുന്ന ഒരു വാഹനത്തിന്റെ. അപ്പം അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചിരുന്നു. കാരണം വെച്ചാൽ മൊത്തം വണ്ടിയുടെ ഒരു പെയിന്റിന്റെ കോസ്റ്റും നമ്മൾ ഈ ചെയ്യുന്നതും ഏകദേശം നിയർലി മാച്ചിങ് ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു 4-5 വർഷം നമ്മൾ ഈ വണ്ടിയുടെ നല്ല രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിൻ്റെ സെക്കൻഡ് പോർഷനായിട്ട് വന്നാൽ മതി. അപ്പം ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തിനാണ് ഗ്രഫീൻ അല്ലെങ്കിൽ എന്തിനാണ് സെറാമിക് കോട്ടിംഗ് എന്നുള്ളത്, അത് ആര് ചെയ്യണം, എത്ര കോസ്റ്റിന് മുകളിലുള്ള വാഹനങ്ങളിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും ഇത് നെസസറി ആണോ, അതോ ഇത് ഈ ഒരു കസ്റ്റമേഴ്സിന്റെ മുകളിൽ ഒരു വലിയൊരു ഇത് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് ആൾക്കാർക്ക് തോന്നുന്നത്. സോ മോനിഷിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. ഫസ്റ്റ് തിങ് ഈസ് ഈ പറഞ്ഞ പോലെ ലൈക്ക് ഒരു അപ് ടു ഐ വുഡ് സേ ഒരു 20 lakhs വരെയുള്ള വെഹിക്കിൾസിൻ്റെയൊക്കെ റീപെയിന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി കൊണ്ടുപോയി കൊടുത്താൽ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഒരു 50,000 rupees, 50,000 രൂപ. ഒരു ലെറ്റ്സ് ഒരു എനിക്ക് പെട്ടെന്നൊരു കാർ വരേണ്ട ഒരു 20 lakhs താഴെയുള്ള ഒരു ലെറ്റ്സ് ഒരു സെൽട്ടോസ്, ഒരു കിയ സെൽട്ടോസ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാക്സിമം 60,000 rupees ആണ് കമ്പനി ഫുൾ വെഹിക്കിൾ നിങ്ങൾക്ക് ടോട്ടൽ പെയിന്റ് ചെയ്യുന്നതിന് 60,000 രൂപ. ഒരു വെഹിക്കിളിന് യൂഷ്വലി 13 പാനലാണ്, 13 പാനൽ പെയിന്റ് ചെയ്യാനും 60,000 rupees. അപ്പോൾ per panel cost of a paint എന്ന് പറയുന്നത് 60,000 divided by 13. That is coming somewhere, let's say, for 4,000 rupees. ഒരു പാനലിന്. അപ്പോൾ when you do a product, ഒരു paint protection ചെയ്യുമ്പോഴത്തേക്ക് you should be aware that your paint cost is only 4,500 at a dealership level. ആ പെയിന്റ് കോസ്റ്റിനെക്കാട്ടിൽ അല്ലെങ്കിൽ ആ പെയിന്റ് കോസ്റ്റ് പോലെ തന്നെ കോസ്റ്റ് വരുന്ന ഒരു സാധനമാണോ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? That is what your thought process should be. അത് എൻ്റെ അഭിപ്രായമാണ്. ബിക്കോസ് ഇപ്പം എഗെയിൻ ഞാൻ കഴിഞ്ഞ ഇതിലും പറഞ്ഞു, സം ഓഫ് ദ പോളോ കസ്റ്റമേഴ്സ്, നമ്മുടെ GT പോളോ യങ്സ്റ്റേഴ്സ് ആണ്. ദേ ആർ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 35 to 45, വെരി പാഷനറ്റ്. ആ TSI പോളോ എന്ന് പറഞ്ഞ 10 ലക്ഷം രൂപ, അവർ ഇതൊന്നും പറഞ്ഞാൽ അവർ കേൾക്കില്ല. എനിക്ക് എൻ്റെ വണ്ടിക്ക് പെയിൻ പ്രൊട്ടക്ഷൻ വേണം. സോ അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും ഏതാ വേണ്ടത്, വിച്ച് ഷുഡ് യു യൂസ്, അതൊക്കെ. ബട്ട് അങ്ങനെ ഇഫ് യു ആർ എ നോമിനൽ യൂസർ, അതായത് ഓഫീസ് ഗോയിങ് കമ്മിങ് ബാക്ക്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. There is nothing to worry. You don't have to worry because, as I said earlier, OEMs are the best. They know what to do with their vehicles. അവർക്ക് അവരുടെ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്യണം, അവരത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വെൻഡേഴ്സ്, OEM കഴിഞ്ഞ ഉള്ള ആഫ്റ്റർ മാർക്കറ്റ് വെൻഡേഴ്സ് ആണ്. അപ്പം നമ്മുടെ ജോലി പറയുക, പുഷ് ചെയ്യുക, ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഷുഡ് ബി എ ഫിയർ ഫാക്ടർ ഇൻ ഇറ്റ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. Then coming back to the topic, then do you need a paint protection? Yes. ഒരു ലെറ്റ്സ് സേ ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോഴത്തേന് ആൾക്കാർ വിചാരിക്കും ഇദ്ദേഹം ആരെന്ന് വിചാരിക്കും. വികാസ് നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണ് ഇത് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് മോനിഷ്ജിയാണ്. അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് സ്ഥാപനമുണ്ട്, എഡ്ജ് ഡീറ്റെയിലിംഗ്.
അപ്പം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത്. കാരണം ഇദ്ദേഹം പല വലിയ ബ്രാൻഡ്സിന്റെ ടൊയോട്ട, നിസാൻ, അതുപോലെ തന്നെ BMW ഇവരുടെയൊക്കെ OEM വെൻഡേഴ്സ് ആയിരുന്നു, വാല്യൂ ആഡഡ് സർവീസസിന്റെ. അപ്പം ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പല രാജ്യങ്ങളിലും പോയി പല വർക്കുകളും ചെയ്ത് അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. So when you say about ഇപ്പം when you say about Toyota അല്ലെങ്കിൽ BM, ഇവരുടെ കൂടെ I started working 2011 മുതൽ വർക്ക് ചെയ്യുന്നു. 2011 മുതൽ വർക്ക് ചെയ്യുന്നു. ബട്ട് എന്നെക്കാട്ടിൽ എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ഇവരുടെ വെൻഡർ ആയിരുന്നു ടിൽ 2020. കൊറോണ ആയപ്പോൾ ഐ സ്റ്റോപ്പ് ബീങ് എ വെൻഡർ. പിന്നെ എനിക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ്. ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട്, എറണാകുളത്ത് ഒരെണ്ണമുണ്ട്, ബാംഗ്ലൂർ. മൈ മെന്റർ ഇസ് ഡൂയിങ് ഇറ്റ്, കാർ കെയർ ഇന്ത്യ എന്നാണ് ഇത് മെന്റർ. ബട്ട് എൻ്റെ മെന്റർ സ്റ്റാർട്ടഡ് ഡീറ്റെയിലിംഗിൽ വന്നത് 1992-ലാണ്. ഓക്കെ. ഫസ്റ്റ് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കം അപ്പ് വിത്ത് ഡീറ്റെയിലിംഗ് ആയിരുന്നു പുള്ളിയാണ് എന്നെ ഈ റീറ്റെയിൽ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചത്. സോ പുള്ളി എന്നെ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു റീറ്റെയിൻ യുവർ കസ്റ്റമർ, if you want to retain your customer, whatever work you do for them, ആദ്യത്തെ പ്രാവശ്യം മൊത്തം ഈ പറഞ്ഞ പോലെ അവരെ റോങ് ആയിട്ട് ഗൈഡ് ചെയ്ത് ഫുൾ എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യെസ് മൈ പോക്കറ്റ് വിൽ ഗെറ്റ് ഫുൾ. പക്ഷെ ആ കസ്റ്റമർ, ഐ ലൂസ് ദ കസ്റ്റമർ. പിന്നെ അടുത്ത വണ്ടിക്ക് വരില്ല. സി അവർ ഹിസ്റ്ററി ഓഫ് ലെഗസി ഈസ് ഫ്രം 92 തൊട്ട് നമുക്ക് കസ്റ്റമർ അക്യൂമുലേഷൻ ആണ്, ഇത്രയും വർഷങ്ങളുള്ള കസ്റ്റമർ. അപ്പം നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മീഡിയ ഒരു മാർക്കറ്റിംഗ് ആവശ്യമില്ല. ബിക്കോസ് എനിക്ക് 95 or let's say 97% of my customers are reference. റെഫറൻസ് ആണ്. ഇവിടെ പോയാൽ മതി എന്നാണ് പറഞ്ഞ് അങ്ങനെ വരും. അപ്പം ഇറ്റ് ഈസ് ഈസി ടു ട്രീറ്റ് റെഫറൻസ് കസ്റ്റമേഴ്സ് ഓൾസോ. അപ്പം ഡിജിറ്റൽ മീഡിയയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വെൻ ഐ എം ടോക്കിംഗ് ഫാക്ട്സ് ഹിയർ, ദാറ്റ് ഈസ് ബിക്കോസ് ഐ എം നോട്ട് പുഷിങ്. ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് എനിക്ക് വേണ്ട എന്നല്ല, ബട്ട് ഐ വാണ്ട് ദ കസ്റ്റമേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ റിയാലിറ്റി ഓഫ് സ്റ്റഫ്. ഇവര് റിയാലിറ്റി അറിഞ്ഞിട്ട് വന്നാൽ മതി. അത്രയും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 20% ഓഫ് ദ മാർക്കറ്റ് റിയാലിറ്റി അറിഞ്ഞൂടെ അത് പേടിച്ചു പോയി ചെയ്യണം. ബട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രീമിയം കസ്റ്റമേഴ്സ് ചെയ്യാതിരിക്കുന്ന കസ്റ്റമേഴ്സ്, ലെറ്റ്സ് എ ഡോക്ടർ ഹു ഹാസ് എൻ S-class, ഈ ഡോക്ടറിന് അറിഞ്ഞു പോലും കൂടെ ഇത് വേണോ വേണ്ടേ ഒന്നും വേണ്ടെന്ന്. അപ്പം ഇപ്പോൾ അതിനെയും കാട്ടി പ്രീമിയം ലക്ഷറി ബ്രാൻഡ്സ് പോകണമെങ്കിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മസറാട്ടി, ലാംബോർഗിനി, ഇത് ഒന്ന് പെയിന്റ് ചെയ്യാൻ പോകണമെങ്കിൽ തിരിച്ച് ബോംബെ പോയിട്ട് തിരിച്ചു വരണം. ദ കോസ്റ്റ് ഓഫ് ഓൾ ദിസ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇഫ് യു യൂസ് എ പെയിൻ പ്രൊട്ടക്ഷൻ, അതും യു ഹാവ് ടു യൂസ് ഫൈൻ പെയിൻ പ്രൊട്ടക്ഷൻ. നമ്മൾ ചുമ്മാ പോയി ചെയ്തിട്ട് കാര്യമില്ല. യൂസ് എ പെയിൻ പ്രൊട്ടക്ഷൻ, ഇറ്റ് ബെനിഫിറ്റ്സ് ദം. അപ്പോൾ യെസ്, വാല്യൂ ഫോർ മണി അവിടെ കൊണ്ടുവരാൻ പറ്റും. ബട്ട് ഈ പറഞ്ഞ പോലെ ലെറ്റ്സ് സേ ഒരു 30 lakhs താഴെയുള്ള കാറാണെങ്കിൽ യു കെൻ പ്രൊട്ടക്ട് ഇറ്റ്. ബട്ട് ഈ പറഞ്ഞ പോലെ യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ ദ ഹെർക്കുലിയൻ. ബിക്കോസ് എനിക്ക് മനസ്സിലാവാത്ത ചില പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോർമൽ ലെറ്റ്സ് സേ ഒരു 30 lakh കാർ, ലെറ്റ്സ് സേ ഒരു ക്രിസ്റ്റ എടുക്കുന്ന കസ്റ്റമർ, he goes and protects his car for a lakh, 1 ലക്ഷം രൂപ കൊടുത്ത് പെയിൻ പ്രൊട്ടക്ഷൻ ചെയ്യും. ബട്ട് ആ സെയിം കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നിട്ട് മോണിഷ് ഐ സ്പെൻഡ് 1 lakh for this എന്ന് പറയുമ്പോൾ ഞാൻ ഈ പോർഷൻ പെയിന്റ് ഇസ് ഓൺലി ദിസ് മച്ച് എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അത്രയും മാത്രം പുള്ളി വൈഡായിട്ട് ചിന്തിക്കുന്നത്. പിന്നെ മാർക്കറ്റിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു സ്കാം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അത് എന്താ പറയുന്നത്, കമ്പനീസ് പുഷ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഒക്കെ. That is the part of the revenue. They have to push. അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു. But for me the thing is, എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ you come to me or you go to any detailer, know the facts. Know the real facts about paint production and then go. ഇത് നെസസറി ആയിട്ട് ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഫാക്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പൊ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ റിയലി ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു പുഷ് നമുക്ക് കിട്ടുമ്പം ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യാന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സെറാമിക് ആണ്. സെറാമിക് ചെയ്തിട്ട് അതിലും കൂടിയ ഒരു വാക്കാണ് ഗ്രഫീൻ എന്നുള്ളൊരു വാക്ക്. അപ്പോൾ സെറാമിക് ചെയ്തിട്ട് അത് ശരിയാകുന്നില്ല, ഏറ്റവും കൂടിയ സാധനം ഗ്രഫീൻ ആണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സോ വാട്ട് മേക്സ് ദ ഡിഫറൻസ്? എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? ഇത് സെയിം മെത്തേഡ്സ് ആണോ അതോ കെമിക്കൽസിലുള്ള വ്യത്യാസമാണോ? സി ഏത് പ്രോഡക്റ്റ് ലെറ്റ്സ് സേ ഒരു ഈ സെറാമിക് ഗ്രഫീനിലേക്ക് പോകുന്നതിന് മുമ്പ് നാനോ സീലൻസ്, നമ്മൾ ഈ സെറാമിക് ഒക്കെ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പേ കാർണോവ വാക്സ് വെച്ച് പെയിന്റ് പ്രൊഡക്ഷൻ ചെയ്യുമായിരുന്നു. അതൊരു പെയിന്റ് പ്രൊഡക്ഷൻ പറയാൻ പറ്റില്ല, വാക്സ് ഇസ് ഓൾവേസ് ഡിറ്റീറിയേറ്റിംഗ്. അത് കഴിഞ്ഞ് ക്ലിയർ സീലൻസ് വന്നു, നാനോ സീലൻസ്. ഇത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, ബട്ട് ആ ഗ്ലോസ് പിടിച്ച് നിർത്തി തരും. ഇത് അതിനൊക്കെ ഒരു 1 year 2 year വാറണ്ടി ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നാനോ സീലൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റിൽ ഒരു പുഷ് വന്നു, സെറാമിക്. സോ സെറാമിക് തന്നെ മാർക്കറ്റിൽ പുഷ് വന്നപ്പോൾ ഐ ഡിഡ് നോട്ട് സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി. ഞാനൊരു 1 year 2 year നമ്മുടെ വെരി അറിയുന്ന കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുത്തിട്ട് വാച്ച് ചെയ്തിട്ടാണ് ഈ സാധനം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുത്തത്. വി വർ ലേറ്റ് കമേഴ്സ് ഇൻ ടു സെറാമിക്. ലേറ്റ് കമേഴ്സ് ഇസ് ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു അറിഞ്ഞില്ലാത്ത സാധനം എടുത്ത് വെക്കാൻ റെഡിയല്ല.
Then when you talk about what is ceramic, ഇപ്പം സെറാമിക് ഈ പറഞ്ഞ പോലെ സെറാമിക് PG ചെയ്തു, ഗ്രഫീൻ PhD ചെയ്തു, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നത്തിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അതിന് സെറാമിക് ഹാസ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി, ഗ്രഫീൻ ഹാസ് ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടി. നമ്മൾ സെറാമിക്കിന്റെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഉപയോഗിച്ച് സെറാമിക് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രഫീനിന്റെ ഒരു നോർമൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉപയോഗിച്ചാണെങ്കിൽ ഓബ്വിയസ്ലി സെറാമിക് വിൽ സ്റ്റാൻഡ് അപ്പ്. സോ ഈ പെയിന്റ് പ്രൊട്ടക്ഷന്റെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു നീഡ് ഇസ് യു ഹാവ് ടു ഈ മൈക്രോപോർസ് റെസെപ്റ്റീവ് ആക്കണം. മൈക്രോപോർ റെസെപ്റ്റീവ് ആക്കാനായിട്ട് ഈ പെയിന്റ് പ്രിപ്പയർ ചെയ്യണം. പെയിന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാവരും ഒരു പോളിഷിംഗ് സെന്ററിൽ ചെല്ലുമ്പോൾ ഈ മെഷീൻ എടുത്ത് വെച്ച് അടിക്കുക. പക്ഷേ ഈ മെഷീന്റെ അറ്റത്തിരിക്കുന്ന ഒരു സാധനമുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ബഫിംഗ് പാഡ്, സ്പോഞ്ച് പാഡ്. എനിക്കിവിടെ ബഫിംഗ് പാഡ് ഒരെണ്ണം പോലും കാണിക്കാനില്ല, ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ബഫിംഗ് പാഡ് തിങ്. ബിക്കോസ് ഈ ബഫിംഗ് പാഡ് എടുത്തിട്ട് ദ പ്രോബ്ലം വിത്ത് ബഫിംഗ് പാഡ് ഇസ് ഇറ്റ് ഈസ് ബിറ്റ് ഓഫ്, എനിക്ക് എൻ്റെ വ്യൂ ആണ്, ഇറ്റ് ഈസ് എ ബിറ്റ് ഓഫ് ഓൾഡ് ടെക്നോളജി. അപ്പൊ ഇത് അടിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ബഫിംഗ് പാഡ് എടുത്തിട്ട് റബ്ബിംഗ് കോമ്പൗണ്ട് ഇതിൽ തേക്കുക, റബ്ബിംഗ് കോമ്പൗണ്ട് തേച്ചിട്ട് ഫുൾ സ്പീഡിൽ മെഷീൻ റൺ ചെയ്യുക. എന്നിട്ട് റോബിന്റെ കൈ ഇങ്ങനെ വെക്കാൻ പറയുക. ആ ബഫിംഗ് പാഡ് എടുത്താൽ ഫുൾ സ്പീഡിലെ മെഷീൻ റോബിന്റെ കയ്യിൽ ഒന്ന് അടിക്കുകയാണെങ്കിൽ റോബിന്റെ കയ്യിൽ കട്ട്സ് വരും. സോ അത് വന്നതുകൊണ്ട് എനിക്കിതെടുത്ത് വണ്ടിയുടെ പുറത്ത് വെക്കാൻ ഉള്ള മനസ്സില്ല. സോ വാട്ട് ഐ ഡു ഇസ് ഐ യൂസ് സംതിങ് കോൾഡ് സ്പോഞ്ച് പാഡ്സ്. അല്ലേ? ഇതാണ്, ദീസ് ആർ ഫോം പാഡ്സ്. ഈ ഫോം പാഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ ഓഫ് ലെസ് ഹാം. ഭയങ്കര സോഫ്റ്റ്. യു ക്യാൻ സീ ഓരോന്നിനും ഓരോ സോഫ്റ്റ്നെസ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം ഇറ്റ്സ് എ ഫോം പാഡ് തിങ്. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കമ്പനി നമുക്ക് തന്നേക്കുന്ന പെയിന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ OEMs തന്നേക്കുന്ന ക്ലിയർ കോട്ടാണ്. ദാറ്റ് ഇസ് അറൌണ്ട് 40-45 മൈക്രോൺസ് ഓഫ് തിക്നെസ്. ചില സമയത്ത് സ്ക്രാച്ചുകൾ ഡീപ്പ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ലെയർ എടുത്തേ പറ്റൂ, ആ സ്ക്രാച്ച് കാണാതാക്കാൻ. ബിക്കോസ് എവിടം വരെയാണോ ആ സ്ക്രാച്ച് ഉള്ളത് അവിടം വരെ എടുത്ത്, ബിക്കോസ് ആ വണ്ടി ഭംഗിയാണെങ്കിൽ എടുത്തേ പറ്റൂ. ദാറ്റ് ഈസ് ദേർ. ബട്ട് അല്ലാണ്ട് അങ്ങനെ ഒരു സ്ക്രാച്ച് ഇല്ല. ഒരു പുതിയ വണ്ടിയിൽ നമ്മൾ ബഫിംഗ് പാഡ് അടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഡിറ്റീരിയേഷൻ ഇൻ ദ ക്ലിയർ കോട്ട് ലെവൽ. ഈ 40 മൈക്രോൺസ് എന്നുള്ളത് ചിലപ്പോൾ ഭയങ്കര ഹാർഡ് റഫ് ടൈം ഇല്ലാണ്ട് സ്പീഡിലൊക്കെ അടിക്കുകയാണെങ്കിൽ അതൊരു നല്ല ലെവൽ, ലെറ്റ്സ് സേ 2 to 3 മൈക്രോൺസ് ഓഫ് ഡിറ്റീരിയേഷൻ കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു 5 to 10 മൈക്രോൺസ്, അല്ലെങ്കിൽ ഇതൊക്കെ മനുഷ്യർ ചെയ്യണതാണ്. സെറാമിക് മറ്റേത് കമ്പനി റോബോട്ടിക് ആകാൻ പഠിക്കുന്നതാണ്. ഈ സെറാമിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്നത് താഴെ. എൻ്റെ ഒരു സ്റ്റാഫ് അവന്റെ കൈ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സാധനമാണ് ഈ സെറാമിക്. അതിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ 5 മൈക്രോൺ ഇവിടെ 4 മൈക്രോൺ എന്നൊക്കെ. ഒരു ഹ്യൂമൻ ചെയ്യുന്ന സാധനമാണ്. അപ്പം കമ്പനി അത്ര പെർഫെക്റ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു കട്ടിംഗ് കോമ്പൗണ്ട്, ഒരു ക്ലിയർ കോട്ടിനെ അടിച്ചിട്ട് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്തിട്ട് സാർ ഞാൻ 5 മൈക്രോൺ കൂട്ടിയിട്ടുണ്ട്, 10 മൈക്രോൺ കൂട്ടിയിട്ടുണ്ട്, ദാറ്റ് ഡസന്റ് ഹാപ്പൻ. ഇറ്റ് ഇസ് നോട്ട് വെരി ഫാക്ച്വൽ അല്ല, അത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പം മാക്സിമം ട്രൈ ടു കീപ് ദ ക്ലിയർ കോട്ട് അറ്റ് ദ ക്രിസ്പ് ലെവൽ. അവരെങ്ങനെയാണോ കമ്പനിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബിക്കോസ് അത് ഒരു ദാറ്റ് ഇസ് ഹിസ് ഓണർഷിപ്പ്. നമ്മുടെ കസ്റ്റമറിന്റെ ഓണർഷിപ്പ് ഉള്ള സാധനം, അത് നമുക്ക് എടുത്ത് വെച്ച് ചെയ്യാൻ പാടില്ല. അത് ചെയ്തതിന് ശേഷം പിന്നെ ഈ പെയിന്റ് പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം ദെൻ വാട്ട് യു ഡു ഇസ് യു അപ്ലൈ യുവർ കസ്റ്റമറിന്റെ പ്രിഫറൻസിലുള്ള സെറാമിക് അല്ലെങ്കിൽ ഗ്രഫീൻ അല്ലെങ്കിൽ നാനോ സീലൻസ്. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ദെൻ ദ സെക്കൻഡ് തിങ് ദാറ്റ് കംസ് ഇസ് യൂഷ്വലി മാർക്കറ്റിൽ പോണത് ഹൗ മെനി ലെയർസ്, ഹൗ മെനി. ഇത് ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റിങ് ചെയ്യുമ്പോഴത്തേക്ക് 2 ടെക്നോളജിയാണ്, 2 ഫാക്ട്സ് ആണ്. അതിൽ 2 ടെർമിനോളജിയാണ് വരുന്നത്. ദാറ്റ് ഈസ് വൺ ഇസ് DFT ആൻഡ് WFT. WFT എന്ന് പറയുന്നത് വെറ്റ് ഫിലിം തിക്നെസ്, DFT എന്ന് പറയുന്നത് ഡ്രൈ ഫിലിം തിക്നെസ്. ഓക്കെ, ഈ വെറ്റ് ഫിലിം തിക്നെസ്സിൽ നമ്മൾ വെറ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ അത് നനഞ്ഞിരിക്കുമ്പോൾ അതിങ്ങനെ കമ്പോസ് ചെയ്യുന്ന മൈക്രോപോർസിലേക്ക് കയറുന്ന പോർഷനാണ് വെറ്റ് ഫിലിം തിക്നെസ്. വെറ്റ് ഫിലിം തിക്നെസ്സിൽ എത്രമാത്രം മൈക്രോപോർസിന്റെ അകത്ത് ഈ സെറാമിക് കയറുവോ അത്രയും മാത്രം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് വെറ്റ് ആയിരിക്കുമ്പോൾ അത് മൈക്രോപോർസിന്റെ അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ അത് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്ക് ഡ്രൈ ആവും. ദാറ്റ് ഇസ് കോൾഡ് ഡ്രൈ ഫിലിം തിക്നെസ്. അപ്പോൾ ഈ വെറ്റ് ഫിലിം തിക്നെസ്സിൽ മാക്സിമം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. ഒരു പ്രാവശ്യം ഞാൻ തൂത്തിട്ട് പറയാം, സർ ഞാൻ 1 ലെയർ ചെയ്തു, സർ ഞാൻ 2 ലെയർ ചെയ്തു. ദാറ്റ് ഇസ് നോട്ട്, ആ 1 ലെയർ പോരല്ലോ അതിന്. ചിലപ്പോൾ 1 പ്രാവശ്യം കൂടെ തൂക്കേണ്ടി വരും, ചിലപ്പോൾ 3 പ്രാവശ്യം തൂക്കേണ്ടി വരും. 15 പ്രാവശ്യം തൂക്കേണ്ടി വരില്ല. ഇത് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ മാക്സിമം ചെയ്യുമ്പോൾ അത് ഫുൾ ആവും, മൈക്രോപോർസ് ഫുൾ ആവും. പിന്നെ ആ ഫുൾ ആയി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ അതിന്റെ മേളിലേക്ക് എന്തെങ്കിലും ചെയ്താൽ അത് സ്മഡ്ജ് ആയി തുടങ്ങും. അത് ഓവർ എന്തായാലും നമ്മൾ ഓവർ ആക്കി കഴിഞ്ഞാൽ സ്മഡ്ജ് ആവും, വെള്ള സ്മഡ്ജ് ആവും. പിന്നെ അത് മൊത്തം നമ്മൾ എടുത്ത് മാറ്റി കളഞ്ഞ് ചുരണ്ട് മാറ്റി കളഞ്ഞ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഡസന്റ് റിസീറ്റീവ് അല്ല, അത് ഫിൽ ആയി കഴിഞ്ഞാൽ സ്മഡ്ജ് ആവും.
DFT ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൺസ് ദിസ് ഇസ് അ DFT ലെവൽ, ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ലെവൽ കയറത്തില്ല. അതെ അതെ അതെ, അത് തന്നെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെറാമിക് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കോട്ട്സ് ഒക്കെ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം മോനിഷ് ജി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഈ ഒരു മൈക്രോപോസിന്റെ റിസപ്റ്റർ നമ്മൾ ആദ്യമേ വെറ്റായിട്ട് അത് ഫില്ല് ചെയ്ത് പിന്നെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നത്തിങ്. അതിന്റെ മേളിലോട്ട് പിന്നെ അടുത്ത ഞാൻ ആ സെറാമിക് ചെയ്യുന്ന മേളിൽ വേറൊരു സെറാമിക് തേച്ചാൽ ഒന്നും പിടിക്കത്തേ ഇല്ല. അപ്പൊ ഈ 4, 5, 6 കോട്ടുകൾ നമ്മൾ ചെയ്ത് ഗ്യാരണ്ടീഡ് ആണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് പറയുന്നിടത്ത് ചോദിക്കേണ്ടി വരും. ഐ കനോട്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റീസ് ഫോർ അതേഴ്സ് വേർഡ്സ്. ബട്ട് എന്റെ എക്സ്പീരിയൻസിൽ ഇത് രണ്ടാമത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കത്തില്ല. പിന്നെ ഐ ഹാവ് ട്രൈഡ്, ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഈ പറഞ്ഞ പോലെ സെറാമിക് തന്നെ ഐ വുഡ് ഹാവ് ഡൺ സംവെയർ അറൗണ്ട് 1,000-1,500 കാർസ്. ഇതിൽ എത്രയും കാർസിലും പിടിക്കത്തില്ല. എനിക്കറിയില്ല. ഐ ഹാവ് ടു ആസ്ക് ദം, ഐ ഡോണ്ട് നോ. ദെൻ അതാണ്. അപ്പം ഈ ആൻഡ് അതൊരു റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡീറ്റെയിലർ എന്നേ പറയത്തുള്ളൂ, ടു ഗിവ് ദ കസ്റ്റമർ ദ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ. അതിൽ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കൊടുക്കാം. ആക്ച്വലി മൈക്രോപോസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു മൈക്രോസ്കോപ്പിന് അണ്ടറിൽ നോക്കുമ്പോഴേ കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ വണ്ടിയുടെ പുറം എത്ര ഗ്ലോസി ആയാലും അതിനകത്ത് ചെറിയ കുത്തുകൾ ഉണ്ടാവും അല്ലേ? ആ കുത്തുകളിനകത്ത് ചെളിയുണ്ട്, അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത്. വൺസ് ഇത് ഫില്ല് ചെയ്ത് ലെവലായി കഴിഞ്ഞാൽ അതിന് മുകളിൽ വീണ്ടും ഈ സാധനം പിടിക്കത്തില്ല എന്നുള്ളതല്ല. ബിക്കോസ് അത്രയും ഇന്റർലോക്ക് ചെയ്യത്തുള്ളൂ, അത്രയും കപ്പാസിറ്റിയിൽ ഇത് പിടിക്കത്തുള്ളൂ. അതിനുശേഷം ഒന്നും പിടിക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ then you have to choose between graphene and ceramic. It's a gamble. മനസ്സിലായില്ലേ? രണ്ട് ഇപ്പം എന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഡു യു വോണ്ട് ടു ഗ്രോ ഫോർ ഗ്രഫീൻ? അല്ല, കസ്റ്റമേഴ്സ് എന്നെ മോനിഷ് ഗ്രഫീൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയുന്നത് സാർ എവിടെ നിന്ന് ഗ്രഫീൻ കേട്ടതെന്ന് ചോദിക്കും. വേറെ എവിടെ നിന്ന് കേട്ട്? അപ്പം ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ഫ്രം ഓൺലൈൻ ഓർ സംബഡി ഹസ് ടോൾഡ് ഹിം ഓർ whatever. അപ്പൊ ഇത് തിങ് ഈസ് ഞാൻ ഇപ്പോഴും പറയാണ്, വാട്ട് ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഗ്രഫീൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വാട്ട് യു സേ a premium product to ceramic. It is another product. It's a parallel product. അത് പ്രീമിയം പ്രോഡക്റ്റ്. സെറാമിക്കിന്റെ മേളിലൊന്നും ഒരു വിചാരം വേണ്ട. ഗ്രഫീനും ഈ പറഞ്ഞ പോലെ പെയിന്റ് പ്രിപ്പറേഷൻ തെറ്റായിട്ട് ചെയ്തു, സ്കിൽഡ് ലേബർ അല്ല ചെയ്തത്, കയ്യിൽ നിന്ന് പോവും. ഇറ്റ് വിൽ നോട്ട് ഡു യു എനി ഗുഡ്. ഇറ്റ് വിൽ നോട്ട് ഡു യു എനി ഗുഡ്. അതേസമയം സെറാമിക് നന്നായിട്ട് ചെയ്തു, ഇറ്റ് വിൽ ഡു യു ബെറ്റർ ദാൻ ഗ്രഫീൻ. സെയിം പാരലൽസ് ആണ്. ഇറ്റ് ഇസ് എ പാരലൽ പ്രോഡക്റ്റ്. അപ്പം മനസ്സിലായല്ലോ, ഗ്രഫീൻ ആണോ സെറാമിക് ആണോ എന്നുള്ള ചോദിച്ചാൽ ഉത്തരം എന്ന് പറയുന്നത് ഒന്നൊന്നിനേക്കാളും മേലെയല്ല, രണ്ടിന് രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. യെസ്. ആൻഡ് ഗ്രഫീൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൽ ഇനിഷ്യലി വന്ന പ്രോഡക്ട്സിലൊക്കെ ദർ വാസ് നമുക്ക് വാട്ടർ സ്പോട്ടിംഗ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓഫ് ലേറ്റ് വരുന്നതിനൊക്കെ ഇറ്റ് ഇസ് ചേഞ്ച്. പക്ഷെ എനിക്കത് അത്ര ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോഡക്റ്റ് ഒക്കെ വന്നിട്ട് 1, 2, 3 വർഷമാണ് ഇപ്പൊ ഗ്രഫീൻ വന്നിട്ട്. അത് വൺ ഹസ് കം. അപ്പൊ ആ പ്രോഡക്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടി. എന്താണ്, എങ്ങനെ ചെയ്യണം, ഇതെപ്പോ എങ്ങനെ വർക്ക് ചെയ്യും, ഏത് പെരുമാറ്റം കാണിക്കുന്നു. പക്ഷെ ഗ്രഫീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സോൾഡ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ ഇഫ് ഐ ഹാവ് ടു പാസ് ഇറ്റ് ഓൺ ടു മൈ കസ്റ്റമർ, എനിക്ക് കോൺഫിഡന്റ് ഉള്ള സെറാമിക്കേ ഞാൻ പാസ് ഓൺ ചെയ്യുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു കെം, ഇപ്പം റോബിൻ നല്ല സമയമൊക്കെ ഒരു ബെൻസ് മേടിച്ച് വന്നു കഴിഞ്ഞാൽ ഐ വിൽ കം ആൻഡ് ടെൽ യു വാട്ട് യു സർ, ഞാൻ ഇറ്റ്സ് അപ് ടു യു. ബിക്കോസ് എന്റെ കസ്റ്റമേഴ്സ് മോസ്റ്റ്ലി അങ്ങനെ പറയുന്നത്, ഇറ്റ്സ് അപ് ടു യു, ഡു വാട്ട് യു വാണ്ട്. ഐ ഡു എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഐ വിൽ ചൂസ് സെറാമിക്. ബിക്കോസ് എന്റെ റിസർച്ച് അത്രയുണ്ട്. മനസ്സിലായി. ഈ സാധനം എങ്ങനെ പെരുമാറും എനിക്ക് കുറച്ചുകൂടെ അറിയാം, ഗ്രഫീനെയും കാട്ടി കൂടുതൽ അറിയാം. സോ ദാറ്റ് ഇസ് വൈ ഐ വുഡ് പ്രിഫർ മൈ ചോയ്സ് ഓൺ എ സോളിഡ്. ഈ സെറാമിക്കിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് കുറഞ്ഞ സെറാമിക് ഉണ്ട്, നല്ല ഹാർഡ്നെസ് ഉള്ള സെറാമിക് ഉണ്ട്. കമ്പനീസ് ആർ പ്രൊവൈഡിങ് എ ഡിഫറൻസ്. എക്സ്പെൻസീവ് അത്ര വലിയ പർട്ടിക്കുലർ ആണെങ്കിൽ ഡു ആൻ എക്സ്പെൻസീവ് സെറാമിക്. ദാറ്റ് ഇസ് മൈ കംഫർട്ട് ലെവൽ. ഗ്രഫീൻ ഇനിയിപ്പം ഞാൻ അത് ഗ്രഫീൻ മോശം എന്നല്ല പറയണേ, മൈ കംഫർട്ട് ലെവലാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഇസ് ദെയർ ഫോർ. പിന്നെ ഈ രണ്ട് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും എങ്ങനെയാണ് ഇതിനെ പരീക്ഷിക്കേണ്ടത്? നമ്മളിത് അത് ജസ്റ്റ് കെയർലെസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുമോ? കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. പിന്നെ മഴ വല്ലുമ്പോഴത്തേന് പിന്നെ ചേമ്പിലെ വെള്ളം വരുന്നല്ലോ പൊക്കോളും, ചെളി കോരി ഒഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ല അല്ലേ? പൊടി പിടിക്കുന്നത് പോലെ ഡിഫറെൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി നിൽക്കുമോ, അതോ വാട്ട് ഷുഡ് വി ഡു? നമ്മൾ എന്താ ചെയ്യേണ്ടത്? റോബിൻ, ഫസ്റ്റ് തിങ് ഈസ് ചേമ്പലയിലെ വെള്ളം ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസ് ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്. സി, അങ്ങനെ ഒരു ഒഴുകി പോകുന്ന പരിപാടി നമ്മൾ ഈ പെയിന്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞില്ലേ സാധനം, അത് നന്നായിട്ട് ചെയ്താൽ വെള്ളം അങ്ങനെ ഒഴുകി പോകും. അതിൽ ഈ സെറാമിക് ഇടണ്ട, ഗ്രാഫീനും ഇടണ്ട. നല്ല പെയിന്റ് പ്രിപ്പറേഷൻ ആണെങ്കിൽ അത് ഒഴുകിപ്പോവും. പക്ഷെ ആ ഒഴുകി പോകുന്നതിന്റെ ലോങ്ജിറ്റിവിറ്റി അത് കുറവായിരിക്കും. എന്നിട്ട് ആ ഒരു 2 ദിവസത്തേക്ക് ഒഴുകിപ്പോവും. പെയിന്റ് പ്രിപ്പറേഷൻ മാത്രം ചെയ്തിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒഴുകിപ്പോവും. പെയിന്റ് പ്രിപ്പറേഷൻ പെയിന്റ് പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് ആണ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് വിൽ ലാസ്റ്റ് യു ഫോർ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് തരുന്നത് നല്ല കെമിക്കൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് യു അപ് ടു എ ഇയർ. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് അസ് എല്ലാവരും വിളിക്കുന്നത് കം ഫോർ സർവീസ്.
സെറാമിക് ചെയ്ത സർവീസ് സെന്റർ അപ്പോൾ നമ്മൾ ഇത് എൻഹാൻസ് ചെയ്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അഗെയിൻ യു വിൽ ഗെറ്റ് ദാറ്റ്. അതിനാണ് ഈ സാധനം വരുന്നത്. ജർമ്മനിയിലൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി വെയിറ്റിംഗ് സ്റ്റാൻഡിംഗ് ഓഫ് ദ വെഹിക്കിൾ ഫോർ 2.5 years. ആ വാട്ടർ ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടി സ്റ്റാൻഡിംഗ് ഇൻ ദ വെഹിക്കിൾ ഫോർ 2. പിന്നെ ഈ ഹൈഡ്രോഫോബിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ജസ്റ്റ് മേക്സ് വാഷിംഗ് എ ബിറ്റ് ഈസിയർ, എ ബിറ്റ് സ്ട്രെസ്സിങ് ഓൺ ബിറ്റ്. അല്ലാതെ ഇത് ചെയ്തുകൊണ്ട് വണ്ടി വാഷ് ചെയ്യേണ്ട, വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാമിക് ചെയ്യരുത്, ചെയ്യാൻ വരണ്ട ഇങ്ങോട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് മീ ഗോയിങ് ആൻഡ് ഡൂയിങ് എന്താ പറയുക, എൻ്റെ വണ്ണമൊക്കെ വെച്ചിട്ട് ഐ ഗോയിങ് ആൻഡ് ഡൂയിങ് എ ബൈപ്പാസ് സർജറി ആൻഡ് നെക്സ്റ്റ് ഡേ ഐ സ്റ്റാർട്ട് ഈറ്റിംഗ് ബീഫ്. എന്നിട്ട് ഡോക്ടർ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തട്ടിപ്പോവും. സോ അങ്ങനെയല്ല, വാട്ട് എവർ യു ഡു അതിൻ്റെ ആഫ്റ്റർ കെയർ ഹാസ് ടു ഹാപ്പൻ. You have to happen, but it makes washing easier. കുറച്ച് ഹെയർ ലൈൻ സ്ക്രാച്ചസ് പിടിച്ച് നിർത്തി തരും. ഇതെല്ലാം സത്യം ബേർഡ് ഡ്രോപ്പിംഗ്, ട്രീ സാപ്സ് ഒക്കെ കുറച്ച് പിടിച്ച് നിർത്തി തരും. ബട്ട് അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ ഈ സെറാമിക് ചെയ്തു, ഗ്രഫീൻ ചെയ്തു, ഒരു വണ്ടി കൊണ്ട് ഓപ്പൺ യാർഡിൽ ഇട്ടിട്ട് പോയി 1 വർഷം 3 വർഷം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ 5 വർഷം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് അല്ലേ, 3 വർഷം കൊണ്ട് ഒരു ഓപ്പൺ യാർഡ് ഇട്ടിട്ട് പോയെങ്കിൽ ആ വണ്ടി കാണത്തില്ല. ഓക്കെ, അത് അതിൽ നടക്കേണ്ട എല്ലാം നടക്കും. ബിക്കോസ് ഇതിൻ്റെയൊക്കെ ഒരു ഹോൾഡിംഗ് ടൈം ഉണ്ട്. ഇപ്പൊ സാധാരണ വണ്ടിയിൽ പെയിന്റിന്റെ അകത്ത് ഈ ബേർഡ് ഡ്രോപ്പിംഗ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പെനട്രേറ്റ്സ് അറ്റ് 6 hours. This will hold it for like 72 hours, 80. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് യു ആർ യൂസിങ്. അത് ഹോൾഡ് ചെയ്ത് തരും. അത് കഴിഞ്ഞാൽ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് നോർമൽ. ഹെയർ ലൈൻ സ്ക്രാച്ചസും അങ്ങനെയാണ്. ഒരു ലിമിറ്റ് വരെയുള്ള സ്ക്രാച്ച് അത് പിടിച്ച് നിർത്തി തരും എന്ന് പറയുന്നത് സത്യമാണ്. ബട്ട് അതിന്റെ ഇറ്റ്സ് നോട്ട് ബുള്ളറ്റ് പ്രൂഫ്. ഇറ്റ് ഹാപ്പൻസ്. കയറേണ്ട സ്ക്രാച്ചസ് കയറും. ബട്ട് ഹെയർ ലൈൻ സ്ക്രാച്ചസ്, ഈ വാഷിംഗ് സ്ക്രാച്ചസ് ഒക്കെ മറ്റേ വണ്ടിയിൽ ഒരു 1 to 10, സാധാരണ വണ്ടിയിൽ ഒരു 6 points വരെ കയറുമെങ്കിൽ ഇതിലൊരു 2 points കയറത്തുള്ളൂ. അത്ര ഒരു 40-50% ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, that is there in ceramic or graphene or whatever. നമ്മൾ ഇതിന്റെ ആഫ്റ്റർ ആയിട്ട് നടത്തുന്ന സർവീസിൽ ആക്ച്വലി എന്തായിരിക്കും അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി ഇത് മൈക്രോപോസ് ഒക്കെ അടച്ച് കറക്റ്റ് ആയിട്ട് എല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ വാട്ട് യു ഡു അറ്റ് സർവീസ്? നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ബിലീവ് ദാറ്റ് ഇഫ് എ കസ്റ്റമർ ഹസ് ഗിവൻ മീ a certain amount of money and I say 3 years warranty. ഈ വാറണ്ടി എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ? നമ്മൾ പറയുന്ന കേൾക്കാം, ഇത്ര വർഷത്തേക്ക് നമ്മൾ ഇതിന് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഈ സംഭവം എന്ത് വന്നാലും ചെയ്തു തരാന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഇഫ് യു ആർ യൂസിങ് ക്വാളിറ്റി പ്രോഡക്ട്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് വി ക്യാൻ ടേക്ക് കെയർ ഓഫ് ദ വെഹിക്കിൾ ഫോർ എവറിത്തിങ്. പക്ഷെ പ്രൊവൈഡഡ് നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ഈ പറഞ്ഞതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ സാർ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ഇത് ബുള്ളറ്റ് പ്രൂഫ് ആണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ ഹൈ ആണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. സാർ, ഇതാണ് ഇതിന്റെ സത്യം, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വി ക്യാൻ മെയിൻറ്റെയിൻ എ വാറണ്ടി. ആ കസ്റ്റമറിന് ഹെയർ ലൈൻ സ്ക്രാച്ചസ് വരും, സർ വി വിൽ റിമൂവ് ഇറ്റ് ഫോർ യു അറ്റ് സർവീസ്. അങ്ങനെ. പിന്നെ വാട്ട് വി ഡു അറ്റ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ബിലീവ് ദാറ്റ് ഈ ഒരു സെറാമിക് കൊണ്ടുവന്നു അത് മാത്രം ചെയ്ത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഐ ഡു ദ ഹോൾ വെഹിക്കിൾ, ഇന്റീരിയേഴ്സ്, ഗ്ലാസ്സിലൊക്കെ കുറച്ച് വാട്ടർ സ്പോട്ടിങ്, നമ്മൾ എന്ത് സെറാമിക് ഗ്രഫീൻ എന്തൊക്കെ ചെയ്താലും നമ്മുടെ നാട്ടിലെ പൊല്യൂഷന് വരും. അതൊക്കെ ഈ സർവീസ് ടൈമിൽ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഇന്റീരിയറിൽ അഴുക്ക് കാണും. And I do all this in totality of the car. I do free service for them because അത് നമ്മൾ മൊത്തത്തിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പെയിന്റഡ് പോർഷൻ, ഈ സെറാമിക് മാത്രം ചെയ്താൽ വണ്ടിയുടെ ഭംഗി സർവീസിന് വരില്ല. സോ വെൻ ദ കസ്റ്റമർ സർവീസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് വിൽ നോട്ട് ബി ഹാപ്പി. ഇവൻ ആദ്യം നന്നായിട്ട് ചെയ്തല്ലോ, സർവീസിന് വന്നപ്പോൾ ഉഴപ്പി. അത് ഉഴപ്പി എന്നൊരു ഫീലിംഗ് വരാതിരിക്കണമെങ്കിൽ ആ വണ്ടി മൊത്തത്തിൽ ചെയ്യണം. എന്നാലേ ആ കസ്റ്റമറിന് ഉഴപ്പി എന്ന് പറഞ്ഞ ഫീലിംഗ് വരാണ്ടിരിക്കുള്ളൂ. സോ ഐ ഡു ഇറ്റ് കംപ്ലീറ്റ്ലി ഫോർ ദം. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് ഇപ്പം നമ്മുടെ ഗാരേജിൽ ഇപ്പോൾ 2 വെഹിക്കിൾസ് ഉണ്ട്. ഒന്നൊരു പോർഷെ ഉണ്ട്, അതേപോലെ തന്നെ ഒരു മസററ്റി ഉണ്ട്. 2 വെഹിക്കിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു പെയിന്റ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി. സോ വാട്ട് കൈൻഡ് ഓഫ് കാർസ് യു ഷുഡ് ഡു പെയിന്റ് പ്രൊട്ടക്ഷൻ ഓൺ, അത് താഴെ കിടപ്പുണ്ട്. ഓക്കെ, ദാറ്റ് യു ക്യാൻ കം യു സീ ദാറ്റ് ദോസ് കൈൻഡ് ഓഫ് കാർസ്, അത്രയും കോസ്റ്റ്ലി കാർസ് യു ഹാവ് ടു. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പം നമുക്ക് വണ്ടിയുടെ അടുത്തോട്ട് പോയിട്ട് സംസാരിക്കാം. രണ്ട് പ്രീമിയം കാർസ് ഉണ്ട്, അപ്പം നിങ്ങളെ കാണിക്കുകയും ചെയ്യാം എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാരേജിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് ഒരു പ്രൊഡക്റ്റിനും കൂടെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് പോകാം. നമ്മളിപ്പോൾ സെറാമിക്കും ഗ്രാഫീനും പറഞ്ഞു. ഇത് കൂടാതെ PPF എന്ന് പറയുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കാരണം ഇതിനെ കുറേ പരസ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം, PPF എന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടികളിലേക്ക് പോകാം. നമ്മളിപ്പോൾ സെറാമിക് ആയി, നാനോ സീലൻസ് ആയി, ഗ്രഫീനായി, PPF പറയണേ എനിക്ക് ഇനി ഒരു ദിവസം കൂടെ വേണം. മൊത്തത്തിൽ കസ്റ്റമേഴ്സ് കൺഫ്യൂസ് ആവും. ഇതിൽ മൊത്തം ഒരു വട്ടായി പോകും.
So let's do a tutorial about ഇത് ഇത്ര ഒരു അവയർനെസ് ഇന്ന് ചെയ്യാം. PPF will take another 1 day. Okay. And അതിപ്പോ currently ഞാനിപ്പോ ഇത് രണ്ടും വെച്ചാണ് ഇപ്പം ചെയ്യുന്നത്. PPF ഭയങ്കര നിർബന്ധമുള്ള കസ്റ്റമേഴ്സിന്, എനിക്ക് പേഴ്സണലി അല്ല, അവർക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക ചെയ്യണം. So that is about PPF, and I'll give you a full idea about PPF. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒന്ന് സംസാരിക്കാം അല്ലേ. സോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കാം. Sure. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ 2 പ്രീമിയം വണ്ടികൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഒരു പോർഷെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു മസറാറ്റി. 2 വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥാപനം വരുന്നത് പട്ടത്താണ്. പട്ടത്ത് നമ്മുടെ പട്ടം സിഗ്നലിൽ തന്നെ അല്ലേ, കുറച്ചുകൂടെ അതെ അതെ അതെ, ഒരു YDC അല്ലെ, യോഗരാജ് സെന്ററിന്റെ അതെ അതിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അപ്പം മാസത്തിൽ നമ്മളിവിടെ വളരെ കുറച്ച് വണ്ടികളെ പൊതുവെ എടുക്കാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലേബർ ഒക്കെ ഇതിനു വേണ്ടി ആവശ്യമുണ്ട്. അപ്പം ധൃതി വെച്ച് ചെയ്യാറില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വണ്ടികൾ ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഈ 2 വണ്ടികൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? See, ഇത് രണ്ടും ലൈക്ക് വാട്ട് ദേ സേ കസ്റ്റമേഴ്സ്, ഈ കസ്റ്റമർ ആയിരുന്നാലും ലെറ്റ്സ് സേ ബോത്ത് ദീസ് കസ്റ്റമേഴ്സ് അവർ എൻ്റെ പ്രിഫറൻസിനാണ് തന്നേക്കുന്നത്. ദേ സേ യു ഡു സം പെയിന്റ് പ്രൊഡക്ഷൻ, സെൻഡ് ഇറ്റ് ഓഫ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഞാൻ ഇതിനും ഇപ്പം ഇതിനായിരുന്നാൽ ഹി ഈസ് ലിറ്റിൽ പെർട്ടിക്കുലർ ഗ്രഫീൻ വേണം. ഐ വിൽ ബി ഡൂയിങ് ഗ്രഫീൻ ഫോർ ദിസ്. ഓക്കെ. ആൻഡ് ഇതിനായിരുന്നാലും ലെറ്റ്സ് സേ ഐ ഹാവൻ ഡിസൈഡഡ്. ഇപ്പോൾ പുള്ളി ചെയ്യുന്നത് ഐ മൈറ്റ് ഡു എ വെരി മറ്റേ ഹാർഡ് ആൻഡ് ഞാൻ പറഞ്ഞില്ല മോസ്റ്റ് എക്സ്പെൻസീവ് സെറാമിക്, ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ ഇസ് ഓൾസോ വെരി ഹൈ. സോ അത് ചെയ്യാൻ വേണ്ടി ദിസ് ഐ വിൽ ബി ഡൂയിങ് സെറാമിക്, അതിൽ ദാറ്റ് ഐ വിൽ ബി ഡൂയിങ് ഗ്രഫീൻ. Now which is better? I would say both are at same par. I am more confident with the ceramic portion. So and then the rest of it എല്ലാം ഇത് നോക്കേണ്ട, particularly let's say about this vehicle. ഇതാണെങ്കിൽ മോസ്റ്റ് ഓഫ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന്റെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ പെയിന്റിന് പറ്റിപ്പോയാൽ ദിസ് വെഹിക്കിൾ ഹാസ് ടു ഗോ ടു ബോംബെ. മുംബൈ കൊണ്ടുവേണം പെയിന്റ് ചെയ്യാനായിട്ട്. മുംബൈ കൊണ്ടുപോയി പെയിന്റ് ചെയ്യണം. മെയിൻ്റനൻസ് എല്ലാം മുംബൈയിലാണ്. ഇവിടെ വന്ന് ട്രക്ക് എടുത്ത് മുംബൈ പോയി തിരിച്ച് മെയിൻ്റനൻസ് ചെയ്ത് തിരിച്ചു വരണം. സോ വെൻ യു ലുക്ക് അറ്റ് ദ ഇന്റീരിയർ സീറ്റ്സ് ആണെങ്കിൽ പോലും യു ക്യാൻ സീറ്റ്സ് ആണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി വെരി 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 കെയർഫുൾ. ബിക്കോസ് എന്തെങ്കിലും ഒരു എറർ, നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽ റോങ് ആയിപ്പോയി, ഇതിന്റെ സീറ്റ്സ് ഡിറ്റീറിയറേറ്റ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിക്സർ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇതിന്റെ പിറകെ ബോംബെ വരെ ഇത് വണ്ടി പോകണം, കോസ്റ്റ് ഇസ് അൺബെയറബിൾ. യു ഹാവ് ടു ബി ലിറ്ററലി വെരി കെയർഫുൾ അബൌട്ട് സച്ച് പ്രോഡക്ട്സ്. ഇങ്ങനത്തെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്ക് ഐ യൂഷ്വലി ടേക്ക് 2 to 3 days on one car. ഇതിപ്പോ വന്നിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഐ വിൽ ടച്ച് ദിസ് വൺ. This will take another, let's say, 1 week to go from here. ഒരാഴ്ച കഴിഞ്ഞിട്ട് വണ്ടി എവിടുന്ന് പോകണം. And one is already prepared, അത് അവിടെ ഉണ്ട്, but that is okay. അപ്പം so when you're talking about such cars, you have to be very careful with them. Paint is very expensive. Paint നമ്മൾ ഈ പറഞ്ഞ പോലെ do not use unwanted compounding. ഒന്നും ചെയ്ത് പെയിന്റ് നശിപ്പിക്കാൻ പാടില്ല. സോ പതുക്കെ ചെയ്ത് അതിനെ ക്ലിയർ ആക്കി എടുക്കാൻ മാത്രമേ ട്രൈ ചെയ്യേണ്ടിയുള്ളൂ. So that is why I take more time also. You might say, because I take only let's say again 15 cars a month. മാക്സിമം എന്നെ കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ. 15 വണ്ടികളൊക്കെ മാക്സിമം അത്രേ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് ഓൺ ബുക്കിംഗ് ആൻഡ് ഐ ടേക്ക് 1 car. ഇന്നിപ്പം ദിസ് വൺ പുള്ളിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊണ്ടിട്ടേക്കാ ഇവിടെ. നോ പ്രോബ്ലം, ലെറ്റ് ബി ഹിയർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റിങ്ങിനെ കുറിച്ചും കൂടെ സംസാരിക്കാം. കാരണം മാർക്കറ്റിൽ ഇതിന് പല റേറ്റ്സ് പലയിടത്തും ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡും കൂടെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ 10-15 വണ്ടികൾ മാത്രമേ എടുക്കുകയുള്ളൂ. അതും മോനിഷ് ജിയുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് കസ്റ്റമേഴ്സ് കൊണ്ടുകൊടുക്കുന്നത്. കൂടുതൽ റെഫറൻസ് ആണ് വരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒരു കോസ്റ്റിങ്ങിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് സംസാരിക്കാം. എക്സാക്ട് പ്രൈസസ് ഒന്നും പറയണ്ട, എന്നാലും നമുക്ക് ഈ സെറാമിക് ഒക്കെ എന്ന് പറഞ്ഞാൽ പല സ്റ്റാർട്ടിംഗ് റേഞ്ചസിലും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നമുക്ക് എത്ര രൂപയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും? അതിന് എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മീൻസ് പ്രൊഡക്ട്സിന്റെ ഇതുകൊണ്ടാണോ അതിന്റെ വില വ്യത്യാസം വരുന്നത് എന്നൊക്കെ ഒന്ന് പറയാം. പ്രോഡക്ട്സ് ആണ് മെയിൻ കോസ്റ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ സ്ട്രെങ്ത്, എത്ര ഹാർഡ്നെസ് ഉണ്ട്. ഗ്രാഫീൻ ആയിരുന്നാലും ഒരു പ്രൊഡക്റ്റ് അല്ലല്ലേ, പല പ്രൊഡക്ട്സ് വെച്ച് നമുക്ക് ഇത് സാധനം ചെയ്യാം. സെറാമിക് തന്നെ 2-3 ടൈപ്സ് ഓഫ് ഹാർഡ്നെസ് ഉള്ള പ്രോഡക്ട്സ് ഉണ്ട്. അതിന് വാറണ്ടി ഡിഫറൻസ് വരും, ഹാർഡ്നെസ് ഡിഫറൻസ് വരും. ഫോർ എക്സാമ്പിൾ സാധാരണ സെറാമിക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു നോർമൽ സെറാമിക് ഒരു 30,000. If you ask me about the price varies from 30 to 1,05,000, not 50, 1,05,000. 1,05,000 രൂപ വരെ 1,05,000 വരെ വരും. സോ ഒരു നോർമൽ ഇപ്പം സാധാരണ സെറാമിക് ചെയ്തു അല്ലെങ്കിൽ സാധാരണ ഇതാണ് ചെയ്തെങ്കിൽ അതിന്റെ പുറത്ത് ഈ സ്പ്രേ പെയിന്റ് ഒന്നും അടിക്കാൻ പറ്റില്ല. പക്ഷെ വെൻ യു ഡൂയിങ് എ ട്രീറ്റ്മെന്റ് വിച്ച് ഇസ് ഓഫ് 60-70,000, അതിന്റെ പുറത്ത് സ്പ്രേ പെയിന്റ് അടിച്ചാലും തൂത്ത് കളയാൻ പറ്റും. പിന്നെ അതിന്റെ മേളിലോട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ടെമ്പറേച്ചർ റെസിസ്റ്റന്റ് ആണ്. കുറച്ച് കെറോസിൻ എടുത്ത് ഒഴിച്ച് കത്തിച്ച് കളഞ്ഞാലും
അതങ്ങനെ റീറ്റെയിൻ ആവും. ഓക്കെ. പക്ഷെ അതൊക്കെ കത്തിക്കണമെന്ന് നിങ്ങൾ അപ്പം ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലായിടത്തും ചെയ്യുന്ന ഒരേ പ്രോസസ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സെറാമിക് കോട്ടിംഗ് ഉണ്ട്, ഡിഫറെന്റ് സാധനങ്ങളുണ്ട്. ഓരോ ലെവൽ കൂടുന്നതനുസരിച്ച് അതിന്റെ പ്രൊട്ടക്ഷന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് പറഞ്ഞ പോലെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചവരെ കുഴപ്പമില്ലാത്തൊരു തരത്തിൽ എന്താ ആരും കത്തിക്കാനൊന്നും പോകണ്ട പറയായിരുന്നു. അപ്പൊ അങ്ങനെ തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെക്കുറിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ് മോനിഷ്. അദ്ദേഹം എപ്പോഴും അവൈലബിൾ ആണ്. നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട് ഒരുപാട് അഡ്വൈസിന് വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ നമുക്കൊരു കോസ്റ്റ്ലി കാർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു നോർമൽ കാർ ഉണ്ടെങ്കിലും എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പം നല്ലൊരു എക്സ്പെർട്ട് അഡ്വൈസ് കിട്ടും. അതുപോലെ നമുക്ക് ഡീറ്റെയിലിംഗ് സെന്ററിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുവരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, 15 വണ്ടിയൊക്കെ അദ്ദേഹം എടുക്കാറുള്ളൂ. അപ്പം അവൈലബിലിറ്റിയും അത് നിങ്ങളുടെ റിക്വയർമെന്റ്സും നോക്കിയിട്ട് നമുക്ക് വാഹനങ്ങൾക്ക് നമുക്ക് സർവീസസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇനിയും നമ്മൾ ഇതുപോലത്തെ കുറേ ഐഡിയാസ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ കുറേ കണ്ടന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വാല്യബിൾ ആയിട്ടുള്ള സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം എനിക്ക് ലക്കിലി ഞാൻ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ്. കാരണം എനിക്ക് റെഫറൻസ് വഴി വന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടി ഇതിനെക്കുറിച്ച്. അപ്പം നിങ്ങൾക്കും കുറേ ധാരണകൾ കിട്ടിയെന്ന് മനസ്സിലാവുന്നു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ധാരാളം വെഹിക്കിൾ വീഡിയോസ് ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ച് വണ്ടിയുടെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പം താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. ഓക്കെ.